അപകടകരമായാണ് കാണുന്നത്. അത് ഇന്നത്തെ ദിവസവും തുടരണം എന്നാണ് പൊതുവെ ജനങ്ങളോടാകെ അഭ്യർത്ഥിക്കാനുള്ളത്. വ്യാപകമായി വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലാകുന്നത് അത് ഒരുപക്ഷെ ഒരു വേണ്ടത്ര തയ്യാറെടുപ്പ് ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ്. വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് നേരത്തെ തന്നെ വ്യാപകമായ പരാതിയുണ്ട്. അങ്ങനൊരു പരാതിയുള്ള ഘട്ടത്തിൽ ഓരോ പോളിംഗ് ബൂത്തിലും വെക്കുന്ന വോട്ടിംഗ് യന്ത്രത്തിന് ഒരു തകരാറുമില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഉറപ്പുവരുത്തേണ്ടതായിരുന്നു. നിർഭാഗ്യവശാൽ ഞാൻ വോട്ട് ചെയ്യേണ്ട ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ ആദ്യഘട്ടത്തിൽ തകരാറായി. ഇവിടെ അടുത്ത് തന്നെ മറ്റൊരു ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറായി. അടുത്ത പഞ്ചായത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറായി. ഇത് ഇപ്പോൾ അടുത്തുള്ള പ്രദേശങ്ങളെ പറ്റി പറയുന്നതാണ്. കേരളത്തിൽ വ്യാപകമായി വോട്ടിംഗ് മെഷീൻ തകരാറായി എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. അക്കാര്യം വേണ്ടത്ര ഗൗരവത്തോടെ ഇലക്ഷൻ കമ്മീഷൻ ഈ വോട്ടിംഗ് മെഷീൻ്റെ കാര്യം എടുത്തില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ടയിൽ LDF-ഉം BJP-യും തമ്മിലാണ് മത്സരം. LDF-ന്റെ സ്ഥാനാർത്ഥി വീണ ജോർജ് തന്നെ പറയുണ്ടായി. അപ്പം ശശി തരൂർ തിരുവനന്തപുരത്ത് LDF-ഉം UDF-ഉം BJP-യും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞു. അത്തരത്തിലൊരു റോളിലേക്ക് അത് രണ്ടും ശരിയല്ല. എല്ലാ സ്ഥലത്തും UDF-ഉം LDF-ഉം തമ്മിലാണ് മത്സരം. എവിടെയും BJP രണ്ടാം സ്ഥാനത്ത് പോലും എത്താൻ പോകുന്നില്ല. എല്ലാ സ്ഥലത്തും മൂന്നാം സ്ഥാനത്തെ BJP-ക്ക് സ്ഥാനമുണ്ടാവുകയുള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചു. വോട്ടിംഗ് യന്ത്രത്തിലെ തകരാർ അത് വലിയ തോതിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. അത് തകരാർ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് രേഖപ്പെടുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് രേഖപ്പെടുത്തുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തി മാധ്യമങ്ങളെ കണ്ട ശേഷം ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പ്രധാനമന്ത്രി വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ കേരളത്തിലെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര കാണുന്നു. പ്രധാനപ്പെട്ട അരൂർ അടക്കം, ചേർത്തലയിലടക്കം, ആലപ്പുഴയിലടക്കം പോളിംഗ് ബൂത്തുകളിൽ നീണ്ട നിര അനുഭവപ്പെടുന്നു. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ സ്ഥലങ്ങൾ ഇപ്രകാരമാണ്. അതിനു മുൻപ് പ്രധാനമന്ത്രി വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷായും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷായ്ക്കൊപ്പമാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചേക്കും. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹം പുറത്തേക്ക് വരികയാണ്. ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചേക്കും. വോട്ടിംഗ് രേഖപ്പെടുത്തിയ ശേഷം പ്രധാനമന്ത്രി പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്.
ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വലിയ തോതിൽ വോട്ടർമാരുടെ നീണ്ട നിര പോളിംഗ് ബൂത്തുകളിലുണ്ട് എന്നാണ് ഏറ്റവും രാവിലെ നൽകാൻ കഴിയുന്ന വിവരം. ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ മഴയുണ്ടായിരിക്കുമെന്ന സൂചനകളെ തുടർന്നാണ് രാവിലെ തന്നെ വോട്ടർമാരുടെ നീണ്ട നിര കാണുന്നത്. പ്രമുഖരെല്ലാം രാവിലെ വോട്ട് രേഖപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വോട്ട് രേഖപ്പെടുത്താൻ ചെന്നിത്തലയിലെ ബൂത്തിലുണ്ട്. ഒപ്പം നടൻ മോഹൻലാൽ, BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള, ഗവർണർ P സദാശിവം എന്നിവരടക്കം പ്രമുഖരെല്ലാം വോട്ട് രേഖപ്പെടുത്തിയ കൂട്ടത്തിലുണ്ട്. VV വിനോദ് ആലപ്പുഴയിൽ നിന്നും ചേരുന്നു. വിനോദ്, ആലപ്പുഴയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ അതിനു മുൻപ് PS ശ്രീധരൻപിള്ളയുടെ വാക്കുകളിലേക്ക്. പീഠത്തിൻ്റെ മുമ്പിലും നീതിന്യായ വ്യവസ്ഥയിലും ഞാൻ ഒരപാകതയും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ബോധ്യമുണ്ട്. ഇന്നലെ അബ്ദുള്ളയെ പോലുള്ള ആളുകൾ എങ്ങനെയാണ് ഇതെങ്ങനെ വന്നത്, ഞാൻ എന്ത് വേണം ചെയ്യാൻ, പരസ്യമായിട്ട് വേണം പറയാമെന്ന് പറയും. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഞാൻ പേര് പറഞ്ഞ അദ്ദേഹം ഇന്നലെ എന്നോട് സംസാരിച്ചത് കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ ആടിനെ പട്ടിയാക്കുകയും നീചമായ കുറ്റം ആരോപിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ വിളിച്ച വെല്ലുവിളിയെ സംബന്ധിച്ചിടത്തോളം CPM ഇതുവരെ ഏറ്റെടുത്തില്ലല്ലോ. ധൈര്യമുണ്ടെങ്കിൽ അവർ CPM ഇതിനെ സംബന്ധിച്ചിടത്തോളം എനിക്കെതിരായി അവർ ഉന്നയിച്ച ആരോപണം ഏറ്റവും ഹീനമായ കുറ്റമാണ് നമ്മുടെ നിയമത്തിൽ. കാരണം കലാപത്തിന് ആഹ്വാനം ചെയ്തു, വർഗീയ അസ്വസ്ഥത ഉണ്ടാക്കാൻ ശ്രമിച്ചു. എൻ്റെ ജീവിതത്തിൽ അത് ചെയ്താൽ പിന്നെ ഞാൻ ഈ പൊതുപ്രവർത്തനത്തിന് ഒരിക്കലും നിൽക്കാൻ പാടില്ലെന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ച ആളാണ്. നിങ്ങളെയൊക്കെ പിന്നെയും കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരം ഒരു സംഭവം ഉണ്ടാകാത്തത് കെട്ടിച്ചമച്ചുകൊണ്ട് ഇത്തരം കുപ്രചരണങ്ങൾ ജനാധിപത്യത്തിൽ ഒരിക്കലും ഗുണകരമല്ല. രമേശ് ചെന്നിത്തല ആയാലും കുഞ്ഞാലിക്കുട്ടി ആയാലും CPMൻ്റെ നേതാക്കന്മാരായാലും അവരൊക്കെ കുറഞ്ഞ പക്ഷം അവരുടെ മനസാക്ഷിയെ പണയപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്ന് മാത്രമേ, പേരെടുത്ത് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് അവരുടെ പ്രസ്താവനകൾ, അവരുടെ മനസാക്ഷിയെ പണയപ്പെടുത്തരുതായിരുന്നു. അവരെ കുറഞ്ഞ പക്ഷം എൻ്റെ പ്രസംഗത്തിൻ്റെ എന്താണെന്ന് അതിൻ്റെ പൂർണ്ണത വായിക്കാൻ ശ്രമിക്കേണ്ടതായിരുന്നു. കാള പെറ്റു എന്ന് പറയുമ്പോൾ കയറെടുക്കുന്നതാണോ, രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി പ്രയോഗിച്ചതാണോ, ഏതായാലും ഇതിലൊക്കെ കാലം മറുപടി നൽകും. PS ശ്രീധരൻപിള്ള മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വോട്ടിംഗ് മെഷീന്റെ തകരാറിനെ തുടർന്ന് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പോലും വോട്ട് രേഖപ്പെടുത്താനാകാതെ മടങ്ങിയ പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ വർക്കല ശിവഗിരി HSSൽ അവിടെയും വോട്ടിംഗ് യന്ത്ര തകരാറിനെ തുടർന്ന് പോളിംഗ് നിർത്തിവെച്ച സാഹചര്യമുണ്ട്. പാർവതി ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. പാർവതി, എന്താണ് സംഭവിച്ചത്? തകരാർ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? രഞ്ജിത്ത്, വർക്കലയിലെ 164 നമ്പർ പോളിംഗ് ബൂത്തിലാണ് വോട്ടിംഗ് യന്ത്രം തകരാറായത്. രാവിലെ 7 മണിക്ക് വോട്ടിംഗ് തുടങ്ങിയ സമയം മുതൽ തന്നെ യന്ത്ര തകരാർ ഉണ്ടായി. അതുവരെ 1.5 മണിക്കൂറായി ഇവിടെ വോട്ട് ചെയ്യാൻ എത്തിയ ആളുകളുടെ നീണ്ട നിര തന്നെ ഇവിടെ കാണാൻ കഴിയും. ഈ വർക്കല ശിവഗിരി ഹൈസ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ് വോട്ടിംഗ് തടസ്സപ്പെട്ടത്. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് പരിഹരിക്കാനായിട്ടില്ല. ഇടയ്ക്ക് പരിഹരിക്കപ്പെട്ടെങ്കിലും പിന്നീട് വീണ്ടും തകരാറുണ്ടാവുകയായിരുന്നു. ഇപ്പോൾ പുതിയ വോട്ടിംഗ് മെഷീൻ എത്തിക്കും എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. രഞ്ജിത്ത്, അതായത് പാർവതി, രാവിലെ മുതൽ തന്നെ ക്യൂവിൽ നീണ്ട നിരയുണ്ടായിരുന്നു. ഒരൊറ്റ ആൾക്ക് പോലും ഇതുവരെ വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ചുരുക്കം ചിലർക്ക് മാത്രമാണ് രഞ്ജിത്ത് വോട്ടിംഗ് രേഖപ്പെടുത്താൻ കഴിഞ്ഞത്. വളരെ ചുരുക്കം ചിലർക്ക് മാത്രമാണ്. അപ്പോഴേക്കും തിരിച്ചു വരാം. പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം પાણી હારા બજાના સુખમાં જો ને બહુ મહેનત પડી હશે. ચલો આજ પછી આરામ કરજો બધા. आज पूरे देश में तीसरे चरण का मतदान हो रहा है. मेरा ये सौभाग्य है कि मुझे भी आज मेरा कर्तव्य निभाने का गौरवपूर्ण पल मेरे होम स्टेट गुजरात में वोट देकर के इस महान लोकतंत्र के पर्व में
सक्रिय भागीदारी करने का अवसर मिला। जैसे कुंभ के मेले में स्नान करके एक पवित्रता का आनंद आता है, वैसा ही लोकतंत्र के इस महापर्व में मतदान करके उस पवित्रता की मैं अनुभूति करता हूं। मैं विशेष करके देश के सभी नागरिक भाइयों बहनों से आग्रह करूंगा कि इस लोकतंत्र के पर्व में अभी जहां जहां मतदान बाकी है, पूरे उमंग, उत्साह और एक उत्सव के रूप में सब मतदान करें। मतदान किसको करे, किसको न करे, भारत का मतदाता जितना समझदार है, नीर क्षीर का विवेक जानता है, दूध का दूध और पानी का पानी करने का उसकी जो विशेषता है, ये पूरे दुनिया के लोगों के लिए एक अध्ययन का विषय है। सदी में पैदा हुए और पहली बार लोकसभा के लिए मतदान करने जा रहे हैं, वैसे सभी युवा मतदाता बेटे और बेटियों को इस लोकतंत्र के पर्व में देश की निर्णायक सरकार बनाने में उनकी सक्रिय भागीदारी का मैं स्वागत करता हूं। मैं उनको बहुत बहुत शुभकामनाएं देता हूं। पहली बार जो वोट दे रहे हैं उनके लिए ये सदी, ये पूरी सदी उनकी सदी है। उनको अपनी इस सदी को उज्जवल बनाने के लिए मतदान करना है और इसलिए नए मतदाताओं को मैं विशेष आग्रह करूंगा कि वे 100% मतदान का संकल्प करें और मतदान करें। दुनिया भारत के लोकतंत्र की ताकत है कि हम दुनिया को लोकतंत्र का महात्म्य क्या है वो दुनिया के सामने उदाहरण के साथ प्रस्तुत करते हैं। एक तरफ आतंकवाद का शस्त्र आईईडी होता है, आतंकवाद का शस्त्र आईईडी होता है और लोकतंत्र का शस्त्र, लोकतंत्र का शक्ति, लोकतंत्र का शस्त्र वोटर आईडी होता है। मुझे विश्वास है कि वोटर आईडी की ताकत आईईडी से भी अनेक गुना ज्यादा है। हम इस वोटर आईडी कार्ड का महत्व समझें, अधिकतम वोट करें। पहले दूसरे चरण में देश ने जो भारी मतदान किया है उसके लिए भी सभी लोकतंत्र प्रेमियों का मैं हृदय से बहुत बहुत अभिनंदन करता हूं। आप सभी पत्रकार बंधु भी पिछले 1 महीने से लगातार मेहनत कर रहे हैं, ये धूप में दौड़ रहे हैं, थोड़ा आराम कीजिए कुछ पल, क्योंकि 23 मई तक अब आपको विश्रांति का समय मिले। बहुत आराम से तबीयत संभालिए, वैकेशन बच्चों के साथ बिताइए। सभी पत्रकारों को भी मेरी उत्तम स्वास्थ्य के लिए, इस गर्मी में इतनी मेहनत करने के बाद भी आपने देश को जगाने में जो काम किया है, मैं आपका भी अभिनंदन करता हूं, आपका आभार व्यक्त करता हूं। बहुत बहुत धन्यवाद। പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ
മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് കേട്ടത്. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കൂടി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് പോളിംഗ് പുരോഗമിക്കുകയാണ്. കനത്ത ക്യൂ രാവിലെ മുതൽ അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. പലയിടങ്ങളിലും വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായത് മൂലം വോട്ടിംഗ് തടസ്സപ്പെട്ട രീതിയുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെ ശക്തമായ ഭാഷയിലാണ് വിമർശിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയില്ല എന്ന വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. വി വിനോദ് ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. വിനോദ്, ആലപ്പുഴയിലും പല ഭാഗത്തും വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാറ് മൂലം പോളിംഗ് തടസ്സപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നു. ചേർത്തലയിലൊക്കെ ഒരു
പോളിംഗ് മെഷീനിൽ വോട്ട് ചെയ്യുമ്പോൾ മൊത്തം താമരയ്ക്ക് പോകുന്നു എന്ന രീതിയിലുള്ള പരാതി തുടർന്ന് അവിടെ വോട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വിവരങ്ങൾ എന്താണ്? വ്യാപകമായി അത്തരം രീതിയിലുള്ള പരാതികൾ ഉയരുന്നുണ്ടോ? രഞ്ജിത്ത്, ചേർത്തല കിഴക്കേ 40-ലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. രാവിലെ മോക്ക് പോളിംഗ് നടന്ന സമയത്ത് 50 വോട്ടുകളാണ് ഇത്തരത്തിൽ പോൾ ചെയ്യുക. ഇന്നേജന്റുമാരുണ്ടാകും. ഈ സമയത്ത് സൂപ്പർ താരം മോഹൻലാൽ ഇപ്പോൾ വോട്ട് ചെയ്യുകയാണ്. ദൃശ്യങ്ങൾ ഒന്ന് കാണിക്കേണ്ടതുണ്ട്. ഏതാണ്ട് 3/4 മണിക്കൂറോളം അദ്ദേഹം ക്യൂ നിന്നാണ് വോട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഇതിനൊപ്പം സ്വന്തം സഹചാരികളടക്കം ഉണ്ട്. മോഹൻലാൽ വോട്ട് ചെയ്യുകയാണ്. വി അരുൺ ചേരുന്നു. അരുൺ, ദൃശ്യങ്ങൾ ഇപ്പോൾ മോഹൻലാൽ വോട്ട് ചെയ്യാൻ അകത്തേക്ക് കയറുന്നത് കണ്ടു. എന്താണ് വിവരങ്ങൾ? രഞ്ജിത്ത്, 7:30 മണിയോടെയാണ് മോഹൻലാൽ ഇവിടെ മുടവൻമുകളിലെ മോഹൻലാൽ ആദ്യം പഠിച്ച സ്കൂൾ കൂടിയാണത്. മുടൻമുകൾ LPS അവിടെ വോട്ട് ചെയ്യാൻ എത്തിയത്. 1.25 മണിക്കൂറോളം അധികം ക്യൂരായിരുന്നു. ഇപ്പോൾ മോഹൻലാൽ വോട്ട് ചെയ്യാനായിട്ട് അകത്തേക്ക് കയറിയിട്ടുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം പുറത്തിറങ്ങി പ്രതികരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടെ ഉള്ളത്. വലിയ തിരക്ക്, മോഹൻലാലിനെ കാണാൻ ആയിരക്കണക്കിന് പേർ ഇവിടെ ഈ ബൂത്തിന് അകത്തും പുറത്തുമായി വലിയ ജനക്കൂട്ടം എത്തിയിട്ടുണ്ട്. യുവാക്കളും കുട്ടികളും അടക്കമുള്ളവർ. വലിയ ഒരു തിരക്ക് ഇവിടെ. പോളിംഗ് നടപടികളെ പോലും തടസ്സപ്പെടുത്ത വലിയ തിരക്കുണ്ട്. മോഹൻലാൽ വോട്ടിംഗ് പൂർത്തിയാക്കി പുറത്തേക്ക് വരുന്നു എന്ന സൂചനയാണ് സൂപ്പർ താരം മോഹൻലാൽ ആദ്യ വോട്ടല്ലല്ലോ. പിന്നെ വേണമെങ്കിൽ വിചാരിച്ചോളൂ. ഞാൻ പഠിച്ച സ്കൂളാണ്. ഇതിന്റെ ഈ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല, അപ്പുറത്തായിരുന്നു. നടൻ മോഹൻലാൽ മാധ്യമങ്ങളെ കണ്ട് ചെറിയ 2 വാക്കുകൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം തിരിച്ചു പോവുകയാണ്. ഏതാണ്ട് 3/4 മണിക്കൂറോളം ഇതിനു ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. അരുൺ, തുടരാം. മോഹൻലാൽ കാര്യമായി സംസാരിച്ചില്ല എന്ന് തോന്നുന്നു. രഞ്ജിത്ത്, വളരെ കാലത്തിന് ശേഷമാണ് വോട്ട് ചെയ്യുന്ന ചോദ്യത്തിന് വളരെ പല കാരണങ്ങൾ കൊണ്ട് വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ചെയ്തിരിക്കുന്നു. ആദ്യ വോട്ടാണോന്നും ചോദ്യമുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ വേണമെങ്കിൽ പറയാമെന്നായിരുന്നു. വളരെ കാലത്തിന് ശേഷമാണ് മോഹൻലാൽ താൻ പഠിച്ച LP സ്കൂളാണിത്. അവിടെ ആദ്യം പഠിച്ച സ്കൂളാണ്. അവിടെ എത്തി വോട്ട് ചെയ്യുന്നു. 1.25 മണിക്കൂറോളം ക്യൂവിൽ നിന്നാണ് മോഹൻലാൽ വോട്ട് ചെയ്യപ്പെട്ടത്. മോഹൻലാലിന്റെ വലിയൊരു ആരാധകരുടെ കൂട്ടം ഇവിടെയുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വലിയ ആരവം മുഴക്കിക്കൊണ്ടാണ് മോഹൻലാലിനെ അവർ സ്വീകരിക്കുന്നത്. മോഹൻലാൽ നിന്ന് അത്രയും സമയം ഈ പ്രദേശത്ത് വലിയൊരു കൂട്ടം, മോഹൻലാലിന്റെ വീടിന് വളരെ അടുത്തുള്ള ബൂത്ത് കൂടിയാണിത്. തങ്ങളുടെ പ്രിയപ്പെട്ട നടൻ സൂപ്പർ താരം വോട്ട് ചെയ്യാനെത്തുമ്പോൾ വലിയ ആർപ്പുവിളികളുടെ ആരാധകർ, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആരാധകർ മോഹൻലാലിനെ കാത്തു നിന്നിരുന്നു. അവരാണിപ്പോൾ വലിയ ആരവത്തോടെ അദ്ദേഹത്തെ യാത്രയാക്കുന്നത്. തന്റെ ആദ്യ വോട്ടെന്ന് വേണമെങ്കിൽ പറയാമെന്നാണ് മോഹൻലാലിന്റെ പ്രതികരണം. ഏതായാലും അടുത്ത കാലത്ത് മോഹൻലാൽ ഇവിടെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടില്ല. പല കാരണങ്ങൾ കൊണ്ട് വോട്ട് ചെയ്യാൻ കഴിയാതെ പോയി എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. ഏതായാലും സൂപ്പർ താരം മാതൃക കാട്ടി 1.25 മണിക്കൂറോളം ക്യൂവിൽ വോട്ട് ചെയ്തപ്പോൾ മടങ്ങുന്നു. ആരാധകർ വലിയ ആവേശത്തിൽ ആണ് ഇപ്പോൾ ഉള്ളത്. രഞ്ജിത്ത്, മോഹൻലാൽ വോട്ട് ചെയ്തു. മുടവൻമുകളിലെ അദ്ദേഹം പഠിച്ച സ്കൂളിൽ തന്നെ വർഷങ്ങൾക്ക് ശേഷം, കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം വോട്ട് ചെയ്തു. പലവിധ കാരണങ്ങൾ കൊണ്ട്, ഷൂട്ടിംഗ് തിരക്കുകൾ കൊണ്ടൊക്കെ ഇവിടെ എത്തി വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി, അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കി താൻ വോട്ട് ചെയ്യാൻ എത്തിയതാണ് എന്ന് മോഹൻലാൽ പറഞ്ഞു വെക്കുകയായിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, അദ്ദേഹത്തെ കാണാനുള്ള ആരാധകരുടെ തിരക്കുണ്ട്. മോഹൻലാൽ വർഷങ്ങൾക്ക് ശേഷമാണ് വോട്ട് ചെയ്യുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു. വലിയ തോതിൽ വലിയ ഒരു ജനക്കൂട്ടം അദ്ദേഹത്തെ കാണാനായി മുടവൻമുകളിലെ സ്കൂളിന് പരിസരത്തുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ തിരിച്ചു പോയി കഴിഞ്ഞു. അദ്ദേഹത്തെ സ്വന്തം സഹചാരിയായ അശോക് കുമാർ അടക്കം അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തൃപ്പരുന്തുര സ്കൂളിൽ, ആലപ്പുഴ ചെന്നിത്തല തൃപ്പരുന്തുര സ്കൂളിൽ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അദ്ദേഹം കുടുംബസമേതമാണ്. ഭാര്യയും മകനും മകൻ്റെ ഭാര്യയും ഒപ്പമുണ്ട്. നമ്മൾ ദൃശ്യങ്ങൾ നേരത്തെ കണ്ടതുപോലെ ഇപ്പോൾ അദ്ദേഹം വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇത്തരത്തിൽ പ്രമുഖ നേതാക്കളെല്ലാം രാവിലെ തന്നെ വോട്ട് ചെയ്യുന്ന സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. സാധാരണ ഉച്ചയ്ക്ക് ശേഷമൊക്കെ വോട്ട് ചെയ്യാൻ എത്താറുള്ളവർ പോലും ഇന്ന് രാവിലെ വോട്ട് ചെയ്യുന്നു. കാരണം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ചില പ്രവചനങ്ങൾ വന്നിട്ടുണ്ട്. മിക്ക മണ്ഡലങ്ങളിലും മിക്ക ജില്ലകളിലും ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ശക്തമായ ഉണ്ടായേക്കാം എന്ന രീതിയിൽ കാലാവസ്ഥ പ്രവചനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഇവർ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് തിരക്കുകളിലേക്ക് മടങ്ങുക, അത്തരത്തിലാണ് കാര്യങ്ങൾ നീക്കുന്നത്. രമേശ് ചെന്നിത്തലയും ഭാര്യയും ഇപ്പോൾ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ജസ്റ്റിസ് പി സദാശിവം ഗവർണർ, നടൻ മോഹൻലാൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം
മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള അടക്കമുള്ള പ്രമുഖരെല്ലാം രാവിലെ തങ്ങളുടെ ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിരുന്നു. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വോട്ട് രേഖപ്പെടുത്തുന്നതിൻ്റെയാണ്. ചെന്നിത്തല തൃപ്പരുന്തുറ സ്കൂളിലാണ് അദ്ദേഹത്തിന് വോട്ടുള്ളത്. അവിടെ അദ്ദേഹം തൻ്റെ ജന്മസ്ഥലമായ രമേശ് ചെന്നിത്തലയുടെ ജന്മസ്ഥലമായ ചെന്നിത്തലയിലെ തൃപ്പരുന്തുറ സ്കൂളിൽ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബ വീടും സമീപത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മടങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ തൊട്ടുപുറകെ വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഒപ്പമുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളെ കാണും. സ്വാഭാവികമായും അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് കരുതാം. കാരണം പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണും. മുഖ്യമന്ത്രി അല്പസമയം മാധ്യമങ്ങളെ കണ്ടു കഴിഞ്ഞു. KPCC അധ്യക്ഷന് മാധ്യമങ്ങളെ കണ്ടു കഴിഞ്ഞു. BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ളയെ മാധ്യമങ്ങളെ കണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകൾ പങ്കുവച്ചു. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ കൊല്ലം കുണ്ടറയിലുള്ള പോളിംഗ് ബൂത്തിൽ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ വോട്ട് രേഖപ്പെടുത്തുന്നു. വോട്ട് രേഖപ്പെടുത്താനായി ക്യൂ നിൽക്കുന്നു. നിരവധി വോട്ടർമാർക്കൊപ്പം ക്യൂ നിൽക്കുന്നു. രാവിലെ മുതൽ വലിയ തോതിലുള്ള ക്യൂ എല്ലാ ബൂത്തുകളിലും മിക്ക ബൂത്തുകളിലുമുണ്ട് എന്ന സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. ഏറ്റവും കുറച്ച് കഴിഞ്ഞ തവണ വോട്ട് രേഖപ്പെടുത്തിയ കണ്ണൂർ മണ്ഡലത്തിൽ പോലും കണ്ണൂരിൽ കഴിഞ്ഞ തവണ 64% മാത്രമായിരുന്നു പോളിംഗ്. ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയ കണ്ണൂർ മണ്ഡലത്തിൽ 81.33% പോളിംഗ് രേഖപ്പെടുത്തിയ കണ്ണൂരിലും രാവിലെ കനത്ത ക്യൂ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തിയ സ്കൂളിൽ അദ്ദേഹം 3/4 മണിക്കൂറോളം ക്യൂ നിന്നാണ് വോട്ട് ചെയ്തത്. ഇപ്പോൾ കാണുന്നത് മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ, ഫിഷറീസ് മന്ത്രി, അവർ വോട്ട് ചെയ്യാനായി ക്യൂ നിൽക്കുന്ന ദൃശ്യങ്ങളാണ്. അല്പം മുമ്പ് നമ്മൾ കണ്ടു പ്രതിപക്ഷ നേതാവ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അദ്ദേഹവും മാധ്യമങ്ങളെ കണ്ട് തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ പങ്കുവച്ചേക്കാം. ഇത്തരത്തിൽ നിരവധി പ്രമുഖർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയ സാഹചര്യമുണ്ട് സംസ്ഥാനത്ത്. മിക്കവരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി തങ്ങളുടെ തെരഞ്ഞെടുപ്പ് തിരക്കുകളിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. അതാത് മണ്ഡലങ്ങളിൽ തങ്ങൾക്ക് ചുമതല നിശ്ചയിച്ചിരിക്കുന്ന മണ്ഡലങ്ങളിലെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള സാഹചര്യം കൂടി ഒരുക്കുകയാണ് നേതാക്കൾ. ഇപ്പോൾ മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായി എന്ന രീതിയിലുള്ള നിരവധി വാർത്തകൾ പുറത്തു വരുന്നു. രാവിലെ മുതൽ ചിലയിടങ്ങളിൽ തകരാറുകൾ പരിഹരിച്ചിട്ടുണ്ടെങ്കിലും മറ്റു ചിലയിടങ്ങളിൽ തകരാറുകൾ പരിഹരിക്കാനായിട്ടില്ല. വർക്കല ശിവഗിരി HSലാണ് തകരാർ ഉണ്ടായത്. അവിടെ 1 മണിക്കൂർ വോട്ടിംഗ് തടസ്സപ്പെട്ടു. അതിനുശേഷം കോഴിക്കോട് കായണ്ണ GUP സ്കൂളിൽ 45-46 ബൂത്തുകളിൽ യന്ത്ര തകരാർ മൂലം പോളിംഗ് തടസ്സപ്പെട്ടിരിക്കുകയാണ്. തൃശൂർ മണ്ഡലത്തിലും ഇത്തരത്തിൽ തടസ്സപ്പെട്ട വിവിധ സ്ഥലങ്ങളുണ്ട്. വോട്ടിംഗ് മെഷീൻ മാറിപ്പോയ ആലുവ കുറമശ്ശേരിയിൽ രാവിലെ SNDP മന്ദിരത്തിലെ ബൂത്തിൽ അവിടെ തകരാറ് പരിഹരിച്ചു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഒപ്പം മാവേലിക്കരയിൽ തെക്കേക്കര, പൊന്നേഴ, കല്ലുമല തുടങ്ങിയ സ്ഥലങ്ങളിലും പോളിംഗ് തടസ്സപ്പെട്ട സാഹചര്യമുണ്ട്. മാവേലിക്കര തഴക്കരയിലും കാലതാമസമുണ്ടായി വോട്ടിംഗ് ആരംഭിക്കാൻ. അവിടെയും വോട്ടിംഗ് യന്ത്രത്തിൽ തകരാറുണ്ടായി. ഒപ്പം ഇതടക്കം നിരവധി മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുന്നതിൽ അലംഭാവം കാണിച്ചുവെന്ന വിമർശനം മുഖ്യമന്ത്രി ഉയർത്തിയ പശ്ചാത്തലമുണ്ട്. കായംകുളം നിയോജക മണ്ഡലത്തിലെ രാമപുരം ഹൈസ്കൂളിലെ 4-5 ബൂത്തുകളിൽ വോട്ടിംഗ് തടസ്സപ്പെട്ടു. വോട്ടർമാർ ഒരുപാട് നേരം കാത്തിരുന്ന ശേഷം തിരിച്ചു പോകുന്ന പശ്ചാത്തലവുമുണ്ടായി. കടുത്തുരുത്തി മണ്ഡലത്തിലെ പോളിംഗ് തടസ്സപ്പെട്ടത് അത് പരിഹരിച്ചു. ഇപ്പോൾ അവിടെ വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് വോട്ടിംഗ് ശതമാനവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാസർഗോഡൊക്കെ രാവിലെ തന്നെ 4.29% കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു. 4% കഴിഞ്ഞു കാസർഗോഡ്. കൊല്ലത്തും അടക്കമുള്ള സ്ഥലങ്ങളിൽ 5% കഴിഞ്ഞ പശ്ചാത്തലവുമുണ്ട്. മന്ത്രി E. ചന്ദ്രശേഖരൻ പോലും 1 മണിക്കൂറായി യന്ത്ര തകരാറിനെ തുടർന്ന് ക്യൂവിൽ നിൽക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ടായി. തൊടുപുഴ ഡയറ്റ് സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ ഇതുവരെ പോളിംഗ് ആരംഭിച്ചിട്ടില്ല. 8:45 മണിക്ക് വന്ന വിവരമനുസരിച്ച് അവിടെയും പോളിംഗ് ആരംഭിച്ചിട്ടില്ല. 1.25 മണിക്കൂർ തടസ്സപ്പെട്ടു പോളിംഗ് എന്ന് പറയുമ്പോൾ അത് ഒരു പക്ഷേ പോളിംഗ് വൈകാൻ കാരണമാകും. മറ്റ് പോളിംഗ് യന്ത്രങ്ങൾ എത്തിച്ച് പോളിംഗ് ആരംഭിക്കാനുള്ള സാഹചര്യമുണ്ട്. അവിടെയൊക്കെ രാവിലെ മുതൽ വോട്ടർമാരുടെ നീണ്ട ക്യൂ ഉണ്ട്. അത് പരിഹരിച്ച് വോട്ട് രേഖപ്പെടുത്തുക എന്ന് പറയുമ്പോൾ സമയം കാലതാമസമെടുക്കും. കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയും വോട്ട് രേഖപ്പെടുത്തി മടങ്ങിക്കഴിഞ്ഞു. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും വോട്ട് രേഖപ്പെടുത്തി മടങ്ങി. ഇത്തരത്തിൽ മേഴ്സിക്കുട്ടിയമ്മ മന്ത്രി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം.
ഞാനും വോട്ട് ചെയ്തു. ബാലഗോപാലിൻ്റെ വിജയം സുനിശ്ചിതമാക്കി ജനങ്ങൾ രാവിലെ മുതൽ നീണ്ട ക്യൂവിലാണ്. ഉറപ്പായി ബാലഗോപാൽ ജയിക്കും. ഞാനും എൻ്റെ വോട്ട് ചെയ്തു. കൊല്ലത്തെ ജനങ്ങൾ എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത്? കൊല്ലത്തെ ജനങ്ങൾ സമാധാനത്തിനും തൊഴിൽ സുരക്ഷയ്ക്കും ഒരു ബദൽ അവരുടെ ജീവിത നയങ്ങൾക്കും വേണ്ടിയാണ് വോട്ട് ചെയ്തത്. കൊല്ലം അതിനണിഞ്ഞു ഒരുങ്ങിക്കഴിഞ്ഞു. ഉജ്ജ്വല ഭൂരിപക്ഷം ബാലഗോപാലിന് ഒരു സർക്കാരിന്റെ വിലയിരുത്തലാവില്ലേ മിസ്റ്റർ? ദേശീയ പ്രശ്നമുണ്ട്, സർക്കാരിൻ്റെ വിലയിരുത്തലുണ്ട്, രണ്ടുമുണ്ട്. എങ്ങനെയുണ്ട് മൊത്തത്തിലൊരു വിലയിരുത്തൽ? മൊത്തത്തിൽ ഇപ്രാവശ്യം ഉജ്ജ്വലമായി എനിക്ക് തോന്നുന്നു 2004 ആവർത്തിച്ചേക്കും. ഇപ്പോൾ ഇന്നലെയൊക്കെ എത്തുമ്പോഴേക്ക് നല്ല ട്രെൻഡാണ്. അപ്പോൾ 2004 ആവർത്തിക്കാനുള്ള എല്ലാ സാധ്യതയുമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ബദൽ നയം ജനങ്ങൾ അംഗീകരിക്കപ്പെട്ടു എന്നതാണ് തെരഞ്ഞെടുപ്പ് അടുത്തടുത്ത് വരുമ്പോഴുള്ള എൻ്റെ നേരിട്ടുള്ള അനുഭവം. തുടക്കത്തിലുള്ളതിനേക്കാൾ എത്രയോ മാറി, വളരെയധികം. പിണറായി വിജയൻ ഗവൺമെൻറ് നയം അവർക്ക് ഓരോരുത്തർക്കും അനുഭവവേദ്യമാണ്. ആ ഒരു നയം ദേശീയ തലത്തിലും വരാൻ ആണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. UDF ഇത്തവണ 2020 അടിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വലിയ ആവേശകരമായ മുന്നേറ്റമാണ് എല്ലാ പോളിംഗ് ബൂത്തുകളിലും കാണാൻ കഴിയുന്നത്. ഇത്തവണ ഞങ്ങൾക്ക് നല്ല ശുഭപ്രതീക്ഷയാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വന്നതോടുകൂടി കേരളത്തിൽ രാഹുൽ തരംഗം തന്നെ ആഞ്ഞടിക്കുകയാണ്. അതിൽ 20-ൽ 20 സീറ്റും നേടാൻ കഴിയും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. പലരുടെ അതിമോഹം തകർന്നടിയാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് ഇപ്രാവശ്യം നടക്കാൻ പോകുന്നതാണ് മുഖ്യമന്ത്രി അല്പസമയങ്ങൾക്ക് മുമ്പ് പ്രതികരിച്ചത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ മോഹങ്ങൾ പൊലിയാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. കാരണം ഇടതുമുന്നണി ഗവൺമെന്റിനെതിരായും കേന്ദ്ര ഗവൺമെന്റിനെതിരായുമുള്ള അതിശക്തമായ ജനവികാരം പ്രതിഫലിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. കേരളം മുഴുവൻ UDFന് അനുകൂലമായൊരു കാറ്റ് വീശുകയാണ്. അതിൽ പിണറായി വിജയൻ സർക്കാരും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാരും കടപുഴകി വീഴും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അല്പം മുമ്പ് പറഞ്ഞു വിശ്വാസ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് പറഞ്ഞു. അത്തരത്തിലൊരു കാഴ്ചപ്പാടുണ്ടോ? തീർച്ചയായിട്ടും വിശ്വാസികളുടെ വികാരങ്ങൾ പ്രതിഫലിക്കും. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഭരണം കൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങളുടെ വികാരം പ്രതിഫലിക്കും. UDFന് അനുകൂലമായി ജനങ്ങൾ അണിനിരക്കും എന്ന പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്ക്. മറ്റൊന്ന്, പല സ്ഥലങ്ങളിലും ഈ യന്ത്ര തകരാറുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനോട് എങ്ങനെയാണ്? ഞാനിപ്പോൾ ജില്ലാ കളക്ടറെ ആലപ്പുഴ കളക്ടറെ വിളിച്ചു പറഞ്ഞു. പല സ്ഥലത്തും യന്ത്ര തകരാറുണ്ട്. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഹരിപ്പാട് മണ്ഡലത്തിൽ ധാരാളം സ്ഥലത്തുണ്ട്. എന്നെ ഫോൺ കോൾ വന്നു. ഞാൻ കളക്ടറെ വിളിച്ച് സംസാരിക്കും. കളക്ടർ റീപ്ലേസ് ചെയ്യാം, മാറ്റി പുതിയ മെഷീനുകൾ ആവശ്യമുള്ളിടത്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കോവളത്ത് കൈപ്പത്തിക്ക് ഞെക്കുമ്പോൾ താമരയ്ക്ക് തെളിയുന്നതായി പരാതി പറഞ്ഞിട്ടുണ്ട്. വോട്ടെടുപ്പ് ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ VVPAT പരിശോധിച്ച് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ കഴിയുമല്ലോ. ഏതായാലും അത്തരം കാര്യങ്ങളിൽ പ്രവർത്തകർ വളരെ ജാഗ്രത പാലിക്കേണ്ട. അട്ടിമറിക്ക് സൂചനകൾ ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും അങ്ങനെ ജനഹിതം അട്ടിമറിക്കാൻ ആര് വിചാരിച്ചാലും സാധ്യമല്ല. ജനങ്ങൾ UDFനോടൊപ്പമാണ്. BJPക്കും CPMനും എതിരായ അതിശക്തമായ വികാരം ഇവിടെ നിലനിൽക്കുക. മുഖ്യമന്ത്രിയുടെ ബൂത്തിലടക്കം യന്ത്രങ്ങൾ തകരാറിലായി, സംസ്ഥാനത്ത് വ്യാപകമായി തകരാറിലായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ ജാഗ്രത പുലർത്തണം. എല്ലാ സ്ഥലങ്ങളിലും വോട്ടിംഗ് യന്ത്രം തകരാറിലായിട്ടുണ്ട് എന്നുള്ള പരാതികൾ വരുമ്പോൾ അത് പരിഹാരം കാണണം. ഏതായാലും ഇത്തവണ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹം പറഞ്ഞു വെച്ചത് കേരളത്തിൽ UDF 2020 20 സീറ്റുകളിലും UDF ജയിക്കുമെന്ന് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് കോവളത്ത് വോട്ടിംഗ് യന്ത്രത്തിൽ ഗുരുതര പിഴവ്. ചൊവ്വേരിയിലെ 151 ബൂത്തിൽ കൈപ്പത്ത് ചിഹ്നത്തിൽ വോട്ട് ചെയ്യുമ്പോൾ താമരയ്ക്ക് വോട്ട് വീഴുന്നതായി പരാതി. വിവരങ്ങളുമായി TJ സജിത്ത് ചേരുന്നു. സജിത്ത്, എന്താണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്? നേരത്തെ സമാനമായ രീതിയിൽ ചേർത്തലയിലും സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. രഞ്ജിത്ത്, വോട്ടിംഗ് യന്ത്രങ്ങളുടെയുമായി ബന്ധപ്പെട്ട് പോളിംഗിന് നിരവധി തടസ്സങ്ങൾ പല മേഖലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്തിന്റെ പല മേഖലകളിലുമുണ്ട്. രാവിലെ വരെ വോട്ടിംഗ് തടസ്സങ്ങളും ഉണ്ടായിരുന്നു. ഇതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കോവളം ചൊവ്വര മേഖലയിൽ നിന്നും പുതിയൊരു പ്രശ്നമുണ്ടാവുന്നത്. ഇവിടെ കോൺഗ്രസിന് വോട്ട് ചെയ്യുമ്പോൾ, കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുമ്പോൾ താമരയ്ക്ക് വോട്ട് പോകുന്നു എന്നതാണ് പരാതി. ഏകദേശം 76ഓളം വോട്ടുകൾ ഈ ബൂത്തിൽ പോൾ ചെയ്യപ്പെട്ടതാണ്. വോട്ടിംഗ് നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് നിരവധി പരാതികൾ ഇപ്പോൾ കിട്ടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നു എന്നാണ് അറിയുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ അടക്കമുള്ള പ്രതികരണങ്ങളും നമ്മൾ തേടുന്നുണ്ട്. എന്തായാലും വ്യാപകമായി ഈ വോട്ടിംഗ് യന്ത്രങ്ങളെ സംബന്ധിച്ച പരാതികൾ സംസ്ഥാന വ്യാപകമായി തന്നെ ഉയർന്നു വരുന്നുണ്ട്.
സഹിത്ത് രാവിലെ മുതൽ തന്നെ ഈ വോട്ടിംഗ് ആരംഭിച്ച മുതൽ തന്നെ ഇത്തരത്തിലുള്ള തകരാർ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? 76 പേർ വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അതിനുശേഷം മാത്രമാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? ഈ വോട്ട് ചെയ്ത് മടങ്ങിയവരെയൊക്കെ ഇനി ആ രീതിയിൽ കൈകാര്യം ചെയ്യുക, അതൊക്കെ പ്രയാസമുള്ള കാര്യമല്ലേ? എന്ത് നടപടിയെടുക്കാൻ സാധിക്കും ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും അടക്കം? പ്രതിസന്ധിയായി മാറാനാണ് സാധ്യത. കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിച്ച പരാതിയെ തുടർന്ന് നടത്തിയ ഒരു പരിശോധനയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഈ പരാതി മാത്രമാണ് ഇതിന്റെ നിജസ്ഥിതി സംബന്ധിച്ച ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ. എന്തായാലും ഈ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് അവിടുത്തെ വോട്ടിംഗ് നടപടികൾ നിർത്തിവെച്ചിരിക്കുന്നത്. തുടർ പരിശോധനകൾക്ക് ശേഷം മാത്രമേ മറ്റ് തീരുമാനങ്ങളിലേക്ക് എത്തൂ എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ടി ജി സൈത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോവളത്ത് ഒരു ബൂത്തിൽ അവിടെ താമരയ്ക്ക് വോട്ട് വീഴുന്നു. കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യുമ്പോൾ 151 നമ്പർ ബൂത്തിലാണ് ഇത്തരം സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇത് വലിയൊരു ഗുരുതരമായ ഒരു പിഴവാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചെത്തും.
സംസ്ഥാനത്ത് പോളിംഗ് പുരോഗമിക്കുന്നു. രാവിലെ മുതൽ തന്നെ നീണ്ട ക്യൂ അനുഭവപ്പെടുന്നു. മിക്ക പോളിംഗ് സ്റ്റേഷനുകളിലും നിരവധി സ്ഥലങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായി എന്ന രീതിയിൽ വാർത്തകൾ പുറത്തുവരുന്നു. അതൊക്കെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. കോവളത്ത് ഏറ്റവും പുതിയ സംഭവവികാസം. കോവളത്ത് ഒരു ബൂത്തിൽ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുമ്പോൾ അത് താമരയിലേക്ക് മാറുന്ന സാഹചര്യം. അവിടെ പോളിംഗ് നിർത്തിവച്ചിരിക്കുകയാണ്. ഏതാണ്ട് 72ഓളം പേർ വോട്ട് ചെയ്ത ശേഷമാണ് ഇത്തരത്തിൽ ത്തിലുള്ള ഒരു കണക്ക് വന്നത്. അത് ഇപ്പോൾ താമരയ്ക്ക് പോകുന്നു എന്ന രീതിയിൽ അവിടെ പോളിംഗ് നിർത്തിവെച്ചു. LDF UDF പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇത്തരത്തിൽ സംഭവമുണ്ടായി. ഇപ്പോൾ 8:30 വരെയുള്ള കണക്കനുസരിച്ച് കോട്ടയം മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, 6.1%. മറ്റു മണ്ഡലങ്ങളിലും കാര്യമായ പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. പൊന്നാനിയിൽ 4.7%. പൊന്നാനിയിലാണെന്ന് തോന്നുന്നു ഇതുവരെ പോളിംഗ് രേഖപ്പെടുത്തിയതിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോട്ടയത്ത് അത് 6% കടന്നിരിക്കുന്നു. ഇപ്പോൾ പോളിംഗ് 2 മണിക്കൂർ പിന്നിടുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 74.02 ആയിരുന്നു പോളിംഗ്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് കണ്ണൂരിലും വടകരയിലുമായിരുന്നു. അത് 81.33% എന്ന രീതിയിലായിരുന്നു. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ 3 മണ്ഡലങ്ങൾ, അതിൽ തിരുവനന്തപുരം ഉൾപ്പെടും, ഒപ്പം പത്തനംതിട്ട ഉൾപ്പെടും, ഒപ്പം ആറ്റിങ്ങൽ ഉൾപ്പെടും. അത് ഏതാണ്ട് 60, 64%, 65% അങ്ങനത്തെ കണക്കായിരുന്നു. 70%-ൽ താഴെ പോളിംഗ് രേഖപ്പെടുത്തി. സംസ്ഥാനത്തെ 17 മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ 70%-ന് മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയ സാഹചര്യമുണ്ടായിരുന്നു. പൊതുവെ സംസ്ഥാനത്ത് വലിയ തോതിൽ പോളിംഗ് നടക്കാറുണ്ട്. ഇത്തവണ കുറച്ചുകൂടി പോളിംഗ് മുന്നണികൾ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ചും വലിയ പോരാട്ടം, വലിയ രാഷ്ട്രീയ പോരാട്ടം, നിരവധി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ്, വോട്ടർമാർക്ക് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ഉള്ള അവസരം, തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഷ്ട്രീയ പ്രവർത്തകരുമൊക്കെ പരമാവധി വോട്ടർമാരെ തെരഞ്ഞെടുപ്പിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയ സാഹചര്യമുണ്ട്. ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളടക്കം വോട്ടിംഗ് രേഖപ്പെടുത്താനുള്ള അവസരം ഒരുക്കുന്നുണ്ട് ജീവനക്കാർക്ക്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ എത്തും എന്ന സൂചനകളും ലഭ്യമാകുന്നുണ്ട്. രാവിലത്തെ സ്ഥിതിഗതികൾ അങ്ങനെയാണ്. ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ മഴയുണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ രാവിലെ വോട്ടിംഗ് രേഖപ്പെടുത്താനുള്ള നിരകളുണ്ടായേക്കാം. പക്ഷേ സ്ത്രീ വോട്ടർമാരടക്കം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കാര്യമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. ഇപ്പോൾ നിരകളിൽ കാണുന്നത് കൂടുതലും പുരുഷ വോട്ടർമാരെയാണ്. അവർ രാവിലെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം തങ്ങളുടെ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് പോകും. സ്ത്രീ വോട്ടർമാർ രാവിലെ വീടുകളിലെ ജോലികൾ ഒതുക്കിയ ശേഷം ഒരു 11 മണിക്ക് ശേഷം പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തും. അത്തരത്തിലാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം. പക്ഷേ മറ്റ് പല സ്ഥലങ്ങളിലും യന്ത്രങ്ങൾ പണിമുടക്കുന്ന വാർത്തകൾ ഒരുപാട് പുറത്തുവരുന്നു. സൂസൈ പാക്യത്തിനുൾപ്പെടെ മാർ ജോർജ് ആലഞ്ചേരിക്കുൾപ്പെടെ വോട്ട് രേഖപ്പെടുത്തി എത്താൻ സാധിക്കാത്ത പശ്ചാത്തലമുണ്ടായിരുന്നു. ഇപ്പോൾ കോട്ടയം മണ്ഡലത്തിലെ ബൂത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം ഭാര്യയെ കാണാം, മകനും മകളും അടക്കമുള്ളവർക്കൊപ്പം വോട്ട് ചെയ്യാനായി എത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോകൾ മിക്ക മണ്ഡലത്തിലും ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ അണികളെ ആകർഷിക്കുന്ന നേതാവ് അദ്ദേഹം ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് വോട്ട് ചെയ്യാനായി. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് കരുതാം. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഗവർണർ പി സദാശിവം, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള, നടൻ മോഹൻലാൽ എന്നിവരടക്കമുള്ള പ്രമുഖർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോൾ കാണുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വോട്ട് രേഖപ്പെടുത്താനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ 2 പെൺമക്കൾ, മകൻ, ഭാര്യ എന്നിവരുള്ള കുടുംബാംഗങ്ങളടക്കമാണ് അദ്ദേഹം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ എല്ലാ തരത്തിലുള്ള സ്വാധീനവും ശക്തിയും തെളിയിക്കത്തക്ക വിധത്തിൽ കേരളത്തിൽ വിജയം നേടും എന്നുറപ്പാണ്. സംസ്ഥാനത്ത് ഇപ്പോൾ വോട്ടിംഗ് യന്ത്രങ്ങളിൽ വ്യാപകമായ തകരാറാണുള്ളത്. കാസർഗോഡ് ജില്ലയിൽ തന്നെ പല സ്ഥലത്തും ഇതുവരെ പോളിംഗ് തുടങ്ങാത്ത പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. അപ്പോൾ ഇത് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നുള്ള ഒരു വീഴ്ചയാണോ? ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് നേരത്തെ തന്നെ കോവളത്ത് വോട്ടിംഗ് യന്ത്രത്തിൽ ഗുരുതര പിഴവ് എന്ന വാർത്തയും പുറത്തുവരുന്നു. ചൊവ്വരയിലെ 151 നമ്പർ ബൂത്തിൽ കൈപ്പത്ത് ചിഹ്നത്തിൽ വോട്ട് ചെയ്യുമ്പോൾ താമരയ്ക്ക് വോട്ട് വീഴുന്നതായി പരാതി. എന്നാൽ ഇത് അടിസ്ഥാനരഹിതമാണെന്ന് ജില്ലാ ഇലക്ഷൻ ഓഫീസർ അറിയിച്ചു. TJ സജിത്ത്, എന്താണ് വിവരങ്ങൾ? ഇത്തരത്തിലൊരു പിഴവ് ഉണ്ടായിട്ടില്ല എന്നാണോ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വിശദീകരണം? രഞ്ജിത്ത്, തീർച്ചയായും അങ്ങനെയാണ്. അതായത് ഈ വിഷയത്തിൽ ഒരു പിഴവുണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ, ഭരണാധികാരിയായ ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത്. ഈ പരാതി അടിസ്ഥാനരഹിതമാണ്. അവിടെ വോട്ടിംഗ് നടപടികൾക്ക് ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടായിട്ടില്ല. വോട്ടിംഗ് നടപടിക്രമങ്ങൾ അവിടെ തുടരുന്നു എന്നതാണ് ജില്ലാ കളക്ടർ അറിയിക്കുന്നത്. ഇത്തരം ഉന്നയിക്കപ്പെട്ട ഒരു പരാതി സാങ്കേതികമായി തന്നെ അസാധ്യമാണ്. അതുകൊണ്ട് ഈ പരാതിക്ക് അടിസ്ഥാനമില്ല എന്നുള്ളതാണ് ഭരണാധികാരിയുടെ നിലപാട്. അവിടെ വോട്ടിംഗ് സുഗമമായി നടക്കും. അപ്പോൾ ഈ രാവിലെ ഉണ്ടായ ആരോപണം, അതിന്റെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു സയ്യിദ്?
തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലയിൽ നിന്നാണ് ഈ ചൊവ്വരയടക്കമുള്ള മേഖലകൾ. അവിടെ നിന്നാണ് ഇത്തരമൊരു പരാതി ഉന്നയിക്കപ്പെട്ടത്. ഏകദേശം 70ഓളം വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടതിന് ശേഷമാണ് ഇത്തരമൊരു പരാതി കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഈ പരാതി പരിശോധിച്ചു. ഈ പരാതിയുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് പരാതി അടിസ്ഥാനരഹിതം എന്നൊരു വിലയിരുത്തലേക്ക് ജില്ലാ വരണാധികാരി കൂടി എത്തിയിരിക്കുന്നത്. കാരണം അത് സാങ്കേതികമായി അത്തരം ഒരു പരാതി നിൽക്കില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം, നേരത്തെയും ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ ഒരു ആൾക്ക് വോട്ട് ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് വോട്ട് പോകുന്നു എന്ന സംബന്ധിച്ച് പരാതികൾ മുമ്പ് ഉയർന്നിട്ടുണ്ട്. അന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് അസാധ്യമാണ് എന്നൊരു നിലപാടെടുത്തിരുന്നു. അത്തരമൊരു നിലപാട് തന്നെയാണ് ഇപ്പോഴും കമ്മീഷന്റെ ഭാഗത്തു നിന്നും ജില്ലാ കളക്ടർ കൂടി അറിയിക്കുന്നത്. അത്തരമൊരു പരാതിക്ക് അടിസ്ഥാനമില്ല എന്നുള്ളതാണ് നിലപാട്. എന്തായാലും ഇപ്പോൾ അവിടെ വോട്ടിംഗ് നടപടികൾ പുനരാരംഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റു വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. വി അരുണും ചേരുന്നു തിരുവനന്തപുരത്ത്. അരുൺ, ഇത്തരത്തിലൊരു പരാതി ഉണ്ടാകാനിടയായ സാഹചര്യം എന്തായിരുന്നു പരാതി ഉന്നയിച്ചവരുടെ ആക്ഷേപം? കോവളം ചൊവ്വര 151 നമ്പർ ബൂത്തിൽ യന്ത്രത്തകരാറ് ഇല്ല എന്ന് ജില്ലാ കളക്ടർ പറയുന്നു. അവിടെ ഉയർന്ന ഒരു ആക്ഷേപം, കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുമ്പോൾ അത് താമര ചിഹ്നത്തിലേക്ക് മാറുന്നു വോട്ടുകൾ. 72ഓളം വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ട ശേഷമാണ് ഇത്തരത്തിൽ ഒരാക്ഷേപം ഉയർന്നത്. അത് ഗുരുതരമായ പിഴവായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയ വിശദീകരണം, അത്തരത്തിൽ ഒരു തകരാറുണ്ടാകാനുള്ള സാഹചര്യമില്ല. ഇതുവരെയുള്ള വിവിപാറ്റ് പരിശോധിക്കണമെന്ന് UDF ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ തകരാർ ഇല്ല എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിൽ ജില്ലാ കളക്ടറാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്? അത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. ഒരിക്കലും അത്തരത്തിൽ സംഭവിക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുമ്പോൾ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുമ്പോൾ തെളിയുന്നത് താമര ചിഹ്നത്തിലേക്ക് വോട്ട് പോകുന്നു. കോവളം ചൊവ്വരയിലെ 151 നമ്പർ ബൂത്തിൽ 76ഓളം പേർ വോട്ട് ചെയ്ത ശേഷമാണ് ഇത്തരത്തിൽ ഒരു പിഴവ് ശ്രദ്ധയിൽപ്പെട്ടത്. UDF പ്രവർത്തകരാണ് ഈ പിഴവ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. പക്ഷേ ഇപ്പോൾ ജില്ലാ കളക്ടർ ഇത് നിഷേധിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അവിടെ പോളിംഗ് തടസ്സപ്പെട്ടിരിക്കുന്നു എന്ന സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. യന്ത്ര തകരാർ ഇല്ലെന്ന് ജില്ലാ കളക്ടർ ആവർത്തിച്ച് പറയുമ്പോഴും അവിടെ വോട്ടിംഗ് യന്ത്രത്തിൽ ഗുരുതര പിഴവുണ്ട് എന്ന രീതിയിൽ UDFന്റെ ആരോപണമുണ്ട്. ആ തരത്തിൽ ഇപ്പോൾ ഈ വിഷയം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നും അറിയുന്നു. കോവളം ചൊവ്വരയിലെ 151 നമ്പർ ബൂത്തിലാണ് ഇത്തരത്തിൽ ഒരു പിഴവുള്ളതായി UDF പ്രവർത്തകർ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത്. വോട്ടിംഗ് അവിടെ നിർത്തിവെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. TG സജിത്ത് ചേരുന്നു. സജിത്ത്, ഇപ്പോഴും വോട്ടിംഗ് അവിടെ നിർത്തിവെച്ചിരിക്കുകയാണോ? UDF പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടോ ഇപ്പോഴും അവിടെ? പ്രവർത്തകരെ അനുനയിപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ വോട്ടിംഗ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങൾ ഇപ്പോൾ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ UDF ആദ്യം ഉന്നയിച്ച പരാതിയിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും ഈ പരാതി സാങ്കേതികമായി നിലനിൽക്കില്ല, അല്ലെങ്കിൽ അത്തരം കാര്യം ആ പരാതിയിൽ ഉന്നയിച്ച വിഷയം അസാധ്യമാണ് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. ഒപ്പം ഇക്കാര്യത്തിൽ പരാതി പരിശോധിച്ച് ഈ പരാതി നിലനിൽക്കില്ല എന്ന ഉറപ്പുവരുത്തിയെന്ന് കളക്ടർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ വ്യാപകമായി വോട്ടിംഗ് യന്ത്രങ്ങൾ സംബന്ധിച്ച് തുടക്കം മുതൽ, ഇന്ന് പോളിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ പരാതികൾ ഉയരുന്നുണ്ട്. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല, സംസ്ഥാന വ്യാപകമായി തന്നെ അത്തരം പരാതികളുണ്ട്. ഈ ഒരു പ്രത്യേക സാഹചര്യം എന്തുകൊണ്ടുണ്ടായി തുടങ്ങിയ കാര്യങ്ങൾ കമ്മീഷന്റെയും ഒരു വിശദീകരണം ഉണ്ടാവേണ്ടതുണ്ട്. സാധാരണ യന്ത്രങ്ങളുടെ പരാതി ഈ തകരാറൊക്കെ പൊതുവിൽ ഉണ്ടാവാറുള്ളതാണെങ്കിൽ കൂടിയും വ്യാപകമായി ഇന്ന് രാവിലെ മുതൽ തന്നെ ഇത്തരം പരാതികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു അസാധാരണ സാഹചര്യമുണ്ട്. ഈ വിഷയത്തിൽ കമ്മീഷന്റെ അടക്കമുള്ള പ്രതികരണങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അരുൺ കൂടി ചേരുന്നു. സൈത്ത്, അരുണിന് കുറച്ചുകൂടി വിവരങ്ങൾ അറിയാമെന്ന് കരുതുന്നു. അരുൺ, ഇത് ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിച്ചത് UDF ആണല്ലോ. എന്തായാലും ഇതിന്റെ സാഹചര്യം ഇപ്പോൾ സൈത്ത് പറഞ്ഞതനുസരിച്ച് ജില്ലാ കളക്ടർ നിഷേധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ബൂത്തിലെ സാഹചര്യം എന്താണ്? രഞ്ജിത്ത്, അവിടെ ഇത്തരമൊരു തടസ്സം ഇപ്പോഴും നിലനിൽക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ജില്ലാ കളക്ടർ, ജില്ലാ ഭരണകൂടം പൂർണ്ണമായും ആരോപണം നിഷേധിക്കുന്നുണ്ട്. തലസ്ഥാനത്ത് ഇപ്പോഴും വോട്ടിംഗ് വളരെ മന്ദഗതിയിലാണ് മുന്നേറുന്ന പറയേണ്ടി വരും. ആദ്യ 1 മണിക്കൂറിലെ കണക്കുകൾ മാത്രമാണ് ഔദ്യോഗികമായി പുറത്തു വന്നിട്ടുള്ളത്. 1.73 പേർ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ ആറ്റിങ്ങലിൽ 4.18%. പക്ഷേ തിരുവനന്തപുരത്തെ ആളുകളുടെ തിരക്ക് ക്യൂ കാണുമ്പോൾ ഇതിന് മുകളിൽ പോകേണ്ട പെർസെന്റേജാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ മന്ദഗതിയിലാണ് ഇവിടെ വോട്ടിംഗ് പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വോട്ടിംഗ് ശതമാനം ഇത്രയും കുറയാൻ കാരണം. വരും മണിക്കൂറുകളിൽ മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറുകൾ പലയിടത്തുമുണ്ട്. ഇപ്പോൾ തീരദേശ പ്രദേശമായ പൊഴിയൂരിലും ഇത്തരത്തിൽ വോട്ടിംഗ് യന്ത്രം തടസ്സപ്പെട്ടിരിക്കുന്നു. തകരാറ് കാരണം വോട്ടെടുപ്പ് നിർത്തിവച്ചിരിക്കുന്നു. അങ്ങനെ ജില്ലയുടെ പല ഭാഗങ്ങളിലും 2 മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ പലയിടങ്ങളിലും വോട്ടിംഗ് തടസ്സപ്പെട്ടിട്ടുണ്ട്. യന്ത്രത്തിലെ സാങ്കേതിക തകരാറാണ് കാരണം.
പല സ്ഥലങ്ങളിലും വോട്ടിംഗ് നിർത്തിവെച്ച വോട്ടിംഗ് പലത്തും പുനരാരംഭിച്ചിരിക്കുന്നു. കോൺഗ്രസിന് വോട്ട് ചെയ്താൽ വീഴുന്നത് താമരയ്ക്ക് എന്ന രീതിയിൽ ആക്ഷേപമുയർന്ന ചൊവ്വരയിലെ 151 നമ്പർ ബൂത്തിൽ, കോവളം ചൊവ്വരയിലെ 151 ബൂത്തിൽ ഇപ്പോൾ വോട്ടിംഗ് പുനരാരംഭിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇത്തരത്തിൽ ഗുരുതരമായ തകരാർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് ജില്ലാ കളക്ടർ അടക്കം. കോൺഗ്രസിന് വോട്ട് ചെയ്താൽ താമരയ്ക്ക് വീഴുന്നു എന്ന ആക്ഷേപം പൂർണ്ണമായും നിഷേധിക്കുകയാണ് ജില്ലാ കളക്ടർ അടക്കം. അത്തരത്തിൽ ഒരു സാങ്കേതിക വിഷയം ഉണ്ടാകാനുള്ള യാതൊരു സാഹചര്യവുമില്ല. പക്ഷേ വിവിപാറ്റ് ആദ്യമായി തന്നെ പൂർണ്ണമായും ഉപയോഗിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ വലിയ തോതിലുള്ള കാലതാമസം ഉണ്ടാകുന്നുണ്ട്. വോട്ടിംഗ് രേഖപ്പെടുത്താൻ വലിയ ക്യൂ ഉണ്ടെങ്കിലും നേരത്തെ പെട്ടെന്ന് വോട്ട് ചെയ്ത് തിരിച്ചു പോകാം എന്ന സാഹചര്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ക്യൂ നിന്ന് വോട്ട് ചെയ്യേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏതാണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഏതാണ്ട് 1 മണിക്കൂറിന് മുകളിൽ ക്യൂ നിന്നാണ് വോട്ട് ചെയ്തത്. നടൻ മോഹൻലാലും 3/4 മണിക്കൂറോളം ക്യൂ നിന്ന് വോട്ട് ചെയ്തു. വരുന്ന പ്രമുഖരും ക്യൂ നിന്നാണ് വോട്ട് ചെയ്യുന്നത്. പക്ഷേ താമസം പല സ്ഥലങ്ങളിലും രേഖപ്പെടുന്ന സാഹചര്യമുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കോട്ടയത്ത് പോളിംഗ് രേഖപ്പെടുത്താനായി വോട്ട് രേഖപ്പെടുത്താനായി കുടുംബാംഗങ്ങൾക്കൊപ്പം എത്തിയ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു. അദ്ദേഹവും വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നുണ്ട്. നടൻ മുകേഷ് വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിട്ടുണ്ട്. കൊല്ലം MLA കൂടിയായ മുകേഷ് എത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ രാവിലെ തന്നെ പ്രമുഖരെല്ലാം വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ പോളിംഗ് ശതമാനത്തിൽ വർധനമുണ്ടാകുമെന്ന സൂചനകളുമുണ്ട്. അത്തരത്തിലുള്ള പ്രതീക്ഷയിലാണ് മുന്നണി നേതൃത്വങ്ങളെല്ലാം. പ്രത്യേകിച്ചും ഉച്ചയ്ക്ക് ശേഷം കാലാവസ്ഥയിൽ കാര്യമായ മാറ്റമുണ്ടായാൽ അത് പോളിംഗ് ശതമാനത്തെ ബാധിക്കുമോ എന്ന ആപൽക്കരമായ ഒരു കാര്യവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് മുന്നണികളുടെ ഭാഗത്തു നിന്ന്. ഇപ്പോൾ പോളിംഗ് രേഖപ്പെടുത്തിയ രാവിലെ 9 മണി വരെയുള്ള കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലാണ്. അത് 6% കടന്നു എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. പോൾ ചെയ്യുന്ന വോട്ട് മുഴുവൻ BJPക്ക് എന്ന് പരാതി. LDF പ്രവർത്തകരുടെ പരാതി തുടർന്ന് വോട്ടിംഗ് യന്ത്രം മാറ്റി. അത്തരത്തിൽ ഉള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി പരാതികൾ പല സ്ഥലങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ നിന്ന് പരാതികൾ ഉയരുന്നുണ്ടെങ്കിലും അത് പരിഹരിക്കപ്പെടുന്നു എന്ന് പറയുന്നു. കോവളത്തെ വോട്ടിംഗ് യന്ത്രത്തിലെ തകരാറ് എന്ന പരാതിയും പരിഹരിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, നേരത്തെ കണ്ടതുപോലെ നിരവധി പ്രമുഖർ തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയാണ്. ഇപ്പോൾ മുൻ ധനകാര്യമന്ത്രി ശങ്കരനാരായണൻ, കോൺഗ്രസ് നേതാവ് കൂടി ശങ്കരനാരായണൻ പാലക്കാട്ടെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നിരവധി പ്രമുഖർ എത്തി വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യവും ഉണ്ട്. രാവിലെ മുതൽ തന്നെ കോവളത്തെ വോട്ടിംഗ് യന്ത്രത്തിൽ തകരാറുണ്ട്. ചേർത്തലയിലും സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ചേർത്തല കിഴക്കേ 40 ബൂത്തിൽ വോട്ട് ചെയ്യുന്ന വോട്ട് മുഴുവൻ BJPക്ക് പോകുന്നു എന്ന പരാതി ഉണ്ടായിരുന്നു. ഒപ്പം കോവളത്തെ പരാതി പരിഹരിച്ചു എന്ന വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭിക്കുമെന്ന് കരുതുന്നു. കോവളം ഏരിയ സെക്രട്ടറി ഹരി ചേരുന്നു. ഹരി, ചൊവ്വരയിലെ ബൂത്തിലുണ്ടായ സംഭവം എന്താണ്? അത് അത്തരത്തിലൊരു സംഭവം ഇല്ലെന്നാണല്ലോ ജില്ലാ കളക്ടറുടെ വിശദീകരണം. അതെ, ഇപ്പോ 151 നമ്പർ ബൂത്താണ്. അവിടെ ഇപ്പോ 76 വോട്ട് ചെയ്തപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു വിഷയം അവിടെ ശ്രദ്ധയിൽപ്പെട്ടത്, വോട്ട് ചെയ്ത ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ശരി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളെല്ലാം കൂടി കയറി സംസാരിച്ചു. തൽക്കാലം വോട്ടിംഗ് നിർത്തിവെച്ചായിരുന്നു. ആ വോട്ടിംഗ് നിർത്തിവെച്ചതിന് ശേഷം ഇപ്പോ അതിന്റെ മെഷീൻ മാറ്റി വയ്ക്കാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ വേറെ മെഷീൻ കൊണ്ടുവന്ന് വെച്ചു. വോട്ടിംഗ് മെഷീൻ പുതിയ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഇപ്പൊ വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ നേരത്തെ വോട്ട് ചെയ്ത 76 വോട്ട് അത് വിവിപാറ്റ് റെസിപ്റ്റ് ഉള്ളതാണ്. അപ്പൊ അത് പരിശോധിക്കണം എന്നുള്ളതാണ് ഇപ്പോ നമ്മളെല്ലാം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഹരി, രാവിലെ മുതൽ കാര്യമായ ക്യൂ ഉണ്ടായിരുന്നോ മെഷീനിൽ? ഈ വോട്ടിംഗ് തുടങ്ങിയപ്പോൾ തന്നെ ഈ വിഷയം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? അല്ല, ഇത് 70 വോട്ട് 76 വോട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധയിൽപ്പെടുന്നത്. 76 വോട്ട് ചെയ്തപ്പോഴാണ് ശ്രദ്ധയിൽപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ പരിശോധിക്കാനാണ് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ എന്താണ് അവിടുത്തെ സാഹചര്യം? വോട്ടിംഗ് പുനരാരംഭിച്ചോ? ഇപ്പോൾ നിലവിൽ പുതിയ വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്ന് വോട്ടിംഗ് ആരംഭിച്ചു. എന്നാൽ നേരത്തെ വോട്ട് ചെയ്ത് 76 വോട്ടുണ്ട്. ആ 76 വോട്ടുള്ള സമയത്ത് ഒരു പരിശോധന നടത്തണം എന്നുള്ളത് ഇപ്പൊ റിട്ടേൺ ആയി കംപ്ലൈന്റ് എഴുതി കൊടുത്തു. അത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് നമ്മൾ ഇതിനെ നിൽക്കുക. ശരി ശരി. ഇപ്പോൾ ഈ പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടോ ഈ വിഷയത്തിൽ? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരായാലും അവിടെ എത്തിയിട്ടുണ്ടോ? അവർ പറയുന്നത് എന്താണ്? ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, CPM ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെയുള്ള ചെയ്ത വോട്ട് പുനഃപരിശോധിക്കണം എന്നുള്ള രീതിയിൽ നമ്മളിപ്പോ പരാതി എഴുതി കൊടുത്തിട്ടുണ്ട്. ശരി. കോവളം CPM നേതാവ് ഹരിയാണ് ഇപ്പോൾ സംസാരിച്ചത്.
ചേർത്തലയിലും സമാനമായ രീതിയിൽ ഒരു വിഷയമുണ്ടായിരുന്നു. അവിടെയും വോട്ടിംഗ് യന്ത്രത്തിൽ ഗുരുതര തകരാറ് സംഭവിച്ചു. ചേർത്തല കിഴക്കേ 40 ബൂത്തിൽ പോൾ ചെയ്യുന്ന വോട്ട് മുഴുവൻ BJPക്ക് പോകുന്നു എന്ന പരാതി. വിനോദ് ചേരുന്നു. വിനോദ്, വിവരങ്ങൾ. രഞ്ജിത്ത്, ഒരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. ചേർത്തല കിഴക്കേ 40 ഈ സംഭവം ഉണ്ടായത്. മോക്ക് പോളിംഗ് നടക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം. അതായത് 50 വോട്ടുകളാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം പോൾ ചെയ്യുക. ഈ 50 വോട്ടുകളും വിവിധ പാർട്ടികൾക്ക് ചെയ്ത വോട്ട് മുഴുവൻ BJPക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇത് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് തഹസിൽദാർ സ്ഥലത്തെത്തി വോട്ടിംഗ് മെഷീൻ മാറ്റിവെക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് അവിടെ അത്യാവശ്യം ബഹളവും ഉണ്ടായി. ആ ബഹളമൊക്കെ ശമിച്ചതും ഈ തഹസിൽദാരുടെ ഇടപെടലോടുകൂടിയാണ്. ഏതായാലും ഒരു ഗുരുതരമായ സംഭവം തന്നെയാണ് ചേർത്തലയിലും ഉണ്ടായിരിക്കുന്നത്. ഈ രാവിലെ മോക്ക് പോളിംഗിന് ശേഷം ശരിക്കുള്ള പോളിംഗ് ആരംഭിച്ചോ വിനോദ്? അന്നേരവും സമാനമായ വിഷയം ഉണ്ടായിരുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരം അതുമായി ബന്ധപ്പെട്ട്? രഞ്ജിത്ത്, ഇപ്പോൾ അവിടെ പോളിംഗ് സുഗമമായി നടക്കുകയാണ്. തർക്കമില്ല. VVPAT മെഷീന്റെ ഉൾപ്പെടെയുള്ള സഹായമുണ്ട്. സാങ്കേതികമായി അക്കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് തന്നെയാണ് പോളിംഗ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതായാലും മോക്ക് പോളിംഗിന്റെ സമയത്ത് ഇത്തരത്തിൽ BJPക്ക് മുഴുവൻ വോട്ടുകളും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് ഏത് തരത്തിൽ സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഏതായാലും ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ്. CPMന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ അവിടെ ബഹളമുണ്ടാക്കുകയായിരുന്നു. തുടർന്നാണ് തഹസിൽദാർ സ്ഥലത്തെത്തി വോട്ടിംഗ് മെഷീൻ മാറ്റിവെച്ച് വോട്ടിംഗ് നടപടിക്രമങ്ങൾ തുടർന്നത്. ഇപ്പോൾ സുഗമമായി കാര്യങ്ങൾ നടക്കുന്നു. പുതുതായി കൊണ്ടുവന്ന വോട്ടിംഗ് മെഷീനിൽ പ്രശ്നങ്ങളില്ല. അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത്. ഇപ്പോൾ സുഗമമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളില്ല, തർക്കങ്ങളില്ല. സുഗമമായി തന്നെ ചേർത്തല കിഴക്കേ 40 വോട്ടിംഗ് പുരോഗമിക്കുന്നുണ്ട്. കോവളത്തും ചേർത്തലയിലും സമാനമായ രീതിയിലുള്ള തർക്കങ്ങൾ ഉയർന്നു. ഗുരുതരമായ പിഴവുണ്ടായി എന്ന രീതിയിൽ ആരോപണങ്ങൾ വന്നു, ആക്ഷേപങ്ങൾ വന്നു. പക്ഷേ അപ്പോഴും ജില്ലാ കളക്ടർ അടക്കം നിഷേധിക്കുന്നുണ്ട്. കോവളത്ത് ചൊവ്വരയിലെ 151 നമ്പർ ബൂത്തിൽ കൈപ്പത്ത് ചിഹ്നത്തിൽ വോട്ട് ചെയ്യുമ്പോൾ താമരയ്ക്ക് വോട്ട് വീഴുന്ന പരാതി ഉയർന്നിരുന്നു. സമാനമായ രീതിയിൽ ചേർത്തല കിഴക്കേ 40 ബൂത്തിൽ മോക്ക് പോളിംഗ് സമയത്ത് വോട്ട് ചെയ്യുന്ന വോട്ട് മുഴുവൻ BJPക്ക് പോകുന്നു എന്ന പരാതി ഉയർന്നു. LDF പ്രവർത്തകരുടെ പരാതിയാണ് അവിടെ ഉയർന്നത്. കോവളത്ത് UDF പ്രവർത്തകർ പരാതി നൽകി. തുടർന്ന് പ്രവർത്തകർ സംഘടിച്ചെത്തി വോട്ടിംഗ് മെഷീൻ മാറ്റണമെന്നാവശ്യപ്പെട്ടു. തുടർന്ന് വോട്ടിംഗ് മെഷീൻ റീപ്ലേസ് ചെയ്ത് ഇപ്പോൾ സുഗമമായി പോളിംഗ് പുരോഗമിക്കുന്നു.